മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചക്ക അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ചക്ക അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2-3 ചക്കക്കുരുവും കൂടെ ഇടുക. കുക്കറിലോട്ട് ആ ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളവും കൂടി, 1 ഗ്ലാസ് നിറച്ച് വേണ്ട, 3/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പുളി കുറഞ്ഞ മാങ്ങയാണ്. ഇപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, കാരണം ഈ മാങ്ങയ്ക്ക് അത്ര പുളിയില്ല. നല്ലപോലെ ഞവടി കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ട് റെഡിയാക്കാം. കുറച്ച് ചുമന്ന ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, തേങ്ങ ഇത്രയും എടുക്കുക. പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മുളക് പൊടി എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ജാറിനകത്തോട്ട് ഞാൻ ഇതൊക്കെ വെളുത്തുള്ളിയും ഉള്ളിയും തേങ്ങയെല്ലാം ഇട്ടതിന് ശേഷം മുളക് പൊടി ഇടുന്നുണ്ട്. നേരത്തെ വിട്ടുപോയതാണ്. അതിനുശേഷം ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതെല്ലാം ഒരുപാട് അരഞ്ഞു പോകാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതിനുശേഷം കുക്കറിൻ്റെ മൂടി തുറന്ന് ചക്ക വെന്തു. ചക്ക ഒരുപാട് ഉടഞ്ഞു പോകണ്ട, ഒന്ന് അവിയലല്ലേ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അതിനുശേഷം ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഇളക്കിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കിയെടുത്ത് തീ അണച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. താങ്ക് യു.